എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നാമിയുടെ ഐലാൻഡ് ആയിരിക്കും കാണിക്കുക. നാമി ആണെങ്കിൽ ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടൊക്കെ വായിച്ച് മൊത്തത്തില് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അവൾക്കും ഇപ്പൊ ലൂഫി ചെയ്ത കാര്യങ്ങളെ ഓർത്ത് എന്താ ചെയ്യാന്നറിയാതെ അങ്ങനെ വിഷമിച്ചിരിക്കും. ഇനി കുറച്ചു കാലം കൂടെ അവൾക്ക് ഇവിടെ നിന്നേ പറ്റൂ. അവൾ അങ്ങനെ നിസ്സഹായായി നോക്കി നിൽക്കുന്ന ഓൺ ദ സ്പോട്ട് ആ അപ്പാപ്പന്മാര് അവരെല്ലാവരും അവളുടെ ചുറ്റും ഓടി വന്ന് തടിച്ചു കൂടും. നാമി, ഒരു കാരണവശാലും നിന്നെ ഇനി ഞങ്ങളുടെ ഐലാൻഡിൽ നിർത്തില്ല. മാത്രമല്ല, നീ അടിച്ചു മാറ്റിയ ഞങ്ങളുടെ സീക്രട്ട് ബുക്സും മാപ്സും ഒക്കെ തിരികെ തരണം. നാമി ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവർക്ക് തിരികെ കൊടുക്കും. അതിനുശേഷം സോറി പറഞ്ഞ് അവരുടെ കാലിൽ വീണ് കെഞ്ചാണ്. പക്ഷെ അവരാണെങ്കിൽ അപ്പോഴും അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് കണ്ട നാമി അവള് നൈസായിട്ട് ഇപ്പൊ അവരുടെ മുൻപിൽ കൊഞ്ചി കുറുവി അങ്ങനെ നിൽക്കുകയാണ്. പ്ലീസ് എന്നോട് ക്ഷമിക്കണം, ഞാനൊരു ചെറിയ പെൺകുട്ടിയല്ലേ, എന്നെപ്പോലുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ചോദിച്ച് അപ്പാപ്പന്മാരെ എല്ലാവരെയും റൊമാൻറ്റിക് ആയിട്ട് നോക്കി നിൽക്കും. ചില അപ്പാപ്പന്മാരാണെങ്കിൽ അതിൽ പെട്ടുപോകും. നിങ്ങൾ എന്നെ ഇനിയും വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ കടലിലേക്ക് എടുത്തു ചാടി ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു പറഞ്ഞ് നാമി ആണെങ്കിൽ ഇപ്പൊ അതിന്റെ ബ്രിമിലേക്ക് ഓടിയെത്തും. ഉടനെ അപ്പാപ്പന്മാര് അവര് ടെൻഷനായിട്ട് നാമിയുടെ പിന്നാലെ ഓടി വരും. അവൾ അതിന്റെ അറ്റത്തെത്തുമ്പോ നൈസായിട്ട് യൂ ടേൺ എടുത്ത് ജസ്റ്റ് മിസ്സിന് അവിടുന്ന് തെന്നി മാറുകയാണ്. പക്ഷെ അപ്പാപ്പന്മാർക്കാണെങ്കിൽ കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അവരിപ്പോ അതിന്റെ അറ്റത്ത് കടന്ന് തിരികെ കയറാനായിട്ട് കഷ്ടപ്പെടുകയാണ്. ഉടനെ നാമി പറയും, ഞാനാണ് സാക്ഷാൽ നാമി, എനിക്ക് കുറച്ചു കാലം കൂടെ ഈ ഐലാൻഡിൽ നിന്നേ പറ്റൂ. സോ എനിക്ക് കഴിക്കാനും കുടിക്കാനും താമസിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ തരണം. അപ്പാപ്പന്മാരാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്ക്, ഞങ്ങൾക്കൊരു കൈതായോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവളാണെങ്കിൽ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ സ്ട്രെയിറ്റ് ആയി ഇപ്പൊ ദാസ് അപ്പൂപ്പന്റെ അടുത്തേക്ക് വരും. അവളുടെ ഉള്ളില് അവരുടെ പഴയ മെമ്മറീസ്, ഹാപ്പി ആയിട്ട് അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടങ്ങളൊക്കെ അവൾ ഒരു സെക്കൻഡ് ആലോചിക്കും. ഇവിടെ ദാസപ്പാപ്പനാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. നാമി എന്തിനായിരിക്കും ഇപ്പൊ പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പൂപ്പനാണെങ്കിൽ അവളോട് കാരണം ചോദിക്കും. അതിനവൾ പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാതെ ഇപ്പൊ ആ വെതറിയ ഐലാൻഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. ഉടനെ ആളാണെങ്കിലും ഇപ്പൊ ഐലാൻഡിനെ കുറിച്ച് പറയാൻ തുടങ്ങും. ആക്ച്വലി കാറ്റിന്റെ പവറിലാണ് ഈ ഒരു ഐലാൻഡ് അങ്ങനെ സ്കൈയിൽ ഉയർന്നു നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്ക് പോയി ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഉടനെ നാമയാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു ബുക്ക് മറിച്ചു നോക്കും. അതില് ഒരു പ്രത്യേക പ്രതിഭാസം അവൾ കാണും. കടലിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ലൈറ്റ്നിങ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ഗ്രാൻഡ് പേ ആണെങ്കിൽ അതിനെക്കുറിച്ചും അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നാമിക്കാണെങ്കിൽ അപ്പാപ്പൻ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് തോന്നും. നാമി പറയും, എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കണം. ആക്ച്വലി ഞാൻ ഞങ്ങളുടെ കപ്പലിലെ ഒരു നാവിഗേറ്ററാണ്. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒരു അരക്കിറുക്കുള്ള ചെറിയ പയ്യനാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോവാം. സോ വെതറിനെ കുറിച്ച് നന്നായിട്ട് ഞാൻ പഠിക്കുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. പക്ഷെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ലൂഫി അവൻ ആള് ചില്ലറക്കാരനല്ല. അവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ വേഗ് ഓഫ് പങ്കിന്റെ ലബോറട്ടറി കാണിക്കും. അതാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കി മുഴുവനായിട്ടും തകർത്തിട്ടിരിക്കുകയാണ്. ഉടനെ ഈ കാര്യം അറിഞ്ഞ് നേവി ആൾക്കാർ അവിടേക്ക് എത്തും. അവിടെയുള്ള ജനങ്ങളോട് ഇതാരാണ് ചെയ്തതെന്ന് ആ നേവി സോൾജേഴ്സ് ചോദിച്ച് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അവരെല്ലാവരും ഫ്രാങ്കിയെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങും. ഉടനെ നേവിക്കാര് അവര് കണ്ടുപിടിക്കും സ്ട്രോഹാർട്ട് ടീമിലുള്ള ഫ്രാങ്കിയാണ് ഇത് ചെയ്തതെന്ന്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അതേ ഐലാൻഡില് മറ്റൊരു ഹൈഡ് ഔട്ട്. അവിടെ ആണെങ്കിൽ വലിയൊരു ലാബ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ലാബിന്റെ അകം കാണിക്കും. അവിടെയാണ് ഇപ്പൊ ഫ്രാങ്കിയും അപ്പാപ്പനും ചിന്നപ്പയ്യനും ഉള്ളത്. അപ്പാപ്പൻ പറയും, ആക്ച്വലി ഇതാണ് മെയിൻ ലാബ്. ഈ ലാബിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ല. ഫ്രാങ്കിക്കാണെങ്കിൽ അവിടെയുള്ള ഇൻവെൻഷൻസ് ഒക്കെ കണ്ട് ഒരുപാട് ഇഷ്ടാവും. ഫ്രാങ്കി പറയും, ഇനി മുതൽ ഞാൻ ഈ ലാബിലാണ് താമസിക്കാൻ പോകുന്നത്. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ടേൺ ചെയ്യും. ഫ്രാങ്കിയുടെ ഫേസ് കണ്ട് അവർ പേടിക്കും. ഉടനെ ഫ്രാങ്കി അവിടെ ഉണ്ടായിരുന്ന ഒരു കടുവയുടെ ഫേസ് മാസ്ക് അതെടുത്ത് മുഖത്തിടും. ഫ്രാങ്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് ലൂഫിയെ കുറിച്ച് ആലോചിക്കും. എന്നിട്ട് ചെറിയൊരു ക്യാമ്പ് ഫയർ അവിടെ സെറ്റ് ചെയ്ത് അതിന്റെ അടുത്ത് പോയിരിക്കും. പഴയ കാര്യങ്ങൾ ഒന്നൊന്നായി ആലോചിച്ചിരിക്കുന്നതിനിടയിൽ അവന്റെ കടുവയുടെ തോലില് തീ അങ്ങനെ കത്തിപ്പടരാണ്. ഉടനെ ഫ്രാങ്കി നിലവിളിച്ച് പുറത്തേക്ക് ഓടി വരും. ഫ്രാങ്കിയെ കണ്ട നേവിക്കാര് അവരാണെങ്കിൽ ടൈഗർ വരുന്നേ എന്ന് നിലവിളിച്ച് അവിടുന്ന് തിരികെ ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കമവക ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ ഇവാനും സാഞ്ചിയും കുറച്ച് ചീഫായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇരുന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാണ്. ഇവാനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത്രയും നേരവും ഐലാൻഡിൽ നിന്ന് പോവണം, എങ്ങനെയെങ്കിലും ലൂഫിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാഞ്ചി ഇവനെന്താ പെട്ടെന്നൊരു മനംമാറ്റെന്ന് പറഞ്ഞ് ഇവാൻ സാഞ്ചിയോട് നീ ആ ന്യൂസ് പേപ്പറിൽ എന്താ വായിച്ചെന്ന് ചോദിക്കും. അതിന് സാഞ്ചി പറയും, അത് ഞങ്ങള് ടീംമേറ്റ്സ് മാത്രം അറിയേണ്ട കാര്യമാണ്, തൽക്കാലം മറ്റൊരാളത് അറിയണ്ട. ലൂഫി ഞങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് കുറച്ചു കാലം കൂടെ ഞാൻ ഈ ഐലാൻഡിൽ തുടരാൻ പോവാണ്.
നിനക്ക് ഞാൻ ലൂഫിയുടെ ടീംമേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. സോ തൽക്കാലം നീ ഒന്നും അറിയണ്ട. സാഞ്ചി ആണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡിൽ ആ ഫുഡ് കഴിക്കും. അപ്പോഴായിരിക്കും അവൻ അതിന്റെ ടേസ്റ്റ് ശ്രദ്ധിക്കുക. അവൻ ഇത്രയും കാലവും ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. മാത്രമല്ല അത് കഴിക്കുന്തോറും അവന്റെ എനർജിയും സ്ട്രെങ്തും ഒക്കെ കൂടി വരാണ്. ഉടനെ ഇവാൻ പറയും, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്. ഇവിടെയുള്ള ഒരുപാട് നമ്പർ 1 ഷെഫുകൾ ഇതുപോലുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യും. ഇവിടെ മാത്രമേ ഈ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ ആർക്കും ലഭിക്കൂ. നീ എന്റെ അസിസ്റ്റൻസിനെ നോക്ക്, അവരുടെ സ്ട്രെങ്തും പവറും ഒക്കെ നീ കണ്ടോ? ഒരു മനുഷ്യന് ആവശ്യം നല്ല സ്ട്രെങ്തും ഭംഗിയും ബോഡിയൊക്കെയാണ്. അതൊക്കെ കിട്ടുന്നത് നല്ല ഫുഡിൽ നിന്നാണ്. ആഞ്ചിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കര ആവേശാവും. കാരണം ഇതുപോലുള്ള ഡിഷുകൾ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ സ്ട്രെങ്തും കൂടി വരും. മാത്രമല്ല റോബിന്റെയും നാമിയുടെയും ഭംഗി അതും ഇരട്ടിയാവും. ആഞ്ചി ചാടി എഴുന്നേറ്റ് ഇവാന്റെ കാലിൽ വീണ് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഈ ഡിഷൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കൂടെ പഠിപ്പിച്ചതായോ. ഇവാനാണെങ്കിൽ ചാടി വന്ന് സാഞ്ചി ആഞ്ഞു ചവിട്ടും. ഒരു കാരണവശാലും എനിക്കിതൊന്നും ഞാൻ പഠിപ്പിച്ചു തരില്ല. അവനൊരു സ്ക്രോൾ എടുത്ത് കാണിക്കും. ഇതില് ഒരുപാട് അടിപൊളി റെസിപ്പീസ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ നിനക്ക് ഒരു കേളിഷ് ഹാർട്ട് വേണം, അവരെ പോലെ. അങ്ങനെയുള്ള പ്യൂർ ആയിട്ടുള്ള ഹാർട്സിന് മാത്രമേ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കൂന്ന് പറയും. ഉടനെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ വമ്പ മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ പാടി ആടിയൊക്കെ അവന്റെ അടുത്തേക്ക് വരാണ്. സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെ മാറില്ല. അതിന് ഇവാൻ, ഓക്കെ ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യിലുള്ള ഈ 99 റെസിപ്പീസിന്റെ സ്ക്രോള് ഇതിലുള്ള ഓരോന്നും എന്റെ ടീമിലുള്ള ഓരോരുത്തരുടെ കയ്യിലായിട്ട് കൊടുക്കാം. അവരോട് ഫൈറ്റ് ചെയ്ത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് വാങ്ങിക്ക്. ഫൈറ്റിൽ ജയിക്കുകയാണെങ്കിൽ അത് മാത്രമായിരിക്കില്ല, നിനക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഒരു കപ്പൽ കൂടെ കിട്ടും. അത് കേട്ട് സാഞ്ചിക്ക് അവന് ഭയങ്കര സന്തോഷാവും. അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ലൂഫി സ്ട്രെയിറ്റ് ആയിട്ട് സാഞ്ചിയുടെ അടുത്ത്, എനിക്കൊരു കുക്കിനെ ആവശ്യമുണ്ട്, എന്റെ കപ്പൽ ജോയിൻ ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കും. ആദ്യം സാഞ്ചി അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല. അതിനുശേഷം ലൂഫിയുടെ അറ്റാക്കും അവന്റെ പവറും നേച്ചറൊക്കെ കണ്ട് അവന്റെ മാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരമാണ് ലൂഫിയുടെ കൂടെ കൂടിയത്. അതിനുശേഷം ഉണ്ടായിരുന്ന അവന്റെ ലൈഫ് വളരെ അടിപൊളിയായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് സാഞ്ചി ആണെങ്കിൽ ഒരു നെടുവീർപ്പിട്ട് നിൽക്കും. ഇവിടെ ഇവാനാണെങ്കിൽ വീണ്ടും അവനോട് ചോദിക്കും, എന്തുപറ്റി, നീ ഗിവപ്പ് ചെയ്യാണോ? അതേസമയം സാഞ്ചി അവന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കും. ഓൾ ബ്ലൂ സീ, അവിടേക്ക് പോവുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അങ്ങനെ അവന്റെ കപ്പലുള്ള ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. സോ ഞാൻ ഇവിടെ നിന്ന് ഈ റെസിപ്പീസ് മുഴുവൻ പഠിച്ച് അവർക്ക് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്കും അവർക്കും നല്ല സ്ട്രോങ് ആയി മാറി എല്ലാവരുടെയും ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ഇവാനോട് ആ ഫൈറ്റിന് തയ്യാറാണെന്ന് പറയും. അടുത്ത സെക്കൻഡ് തന്നെ ഇവാന്റെ അസിസ്റ്റൻസ് എടുത്ത് ചാടി അവന്റെ അടുത്തേക്ക് വരും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. സാഞ്ചി വിചാരിച്ചതുപോലെ അവർ അത്ര എളുപ്പത്തിൽ സാഞ്ചിക്ക് ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ ഓരോ പഞ്ചിലും സാഞ്ചി തെറിച്ചു പോയി അടിച്ചു വീഴും. പ്രിൻസസ് ആണെങ്കിൽ ആ സ്ക്രോളൊക്കെ എടുത്ത് സാഞ്ചിയെ കൂടുതൽ വെറുപ്പിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്ത് ഈ സ്ക്രോള് സ്വന്തമാക്ക്. സാഞ്ചി പല്ല് കടിച്ച് അവളുടെ അടുത്തേക്ക് എടുത്ത് ചാടി ആഞ്ഞടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.